اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പവിത്രമായ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കി സമാധാനമുള്ള ഐഹിക ജീവിതവും മോക്ഷം ലഭിക്കുന്ന പരലോക ജീവിതവും നേടിയെടുക്കുന്ന ഉത്ബുദ്ധരും സൽക്കർമ്മകാരികളുമാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്ന ഹലാലും ഹറാമും തൗഹീദും സുന്നത്തും ഇസ്ലാമിക നിഷ്ഠകളും നിർവഹണങ്ങളുമൊക്കെ യഥാവിധി പാലിക്കുകയും പ്രാവർത്തികവുമാക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 120-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ആശയത്തിലേക്ക് വരാം. അതിന്റെ മുമ്പ് നമ്മളെല്ലാം വിശ്വാസികളാണ്, മുസ്ലിമീങ്ങളാണ്. ഈ ന്യായം, ആ ന്യായത്തിന് അർത്ഥം നൽകുന്ന സൽക്കർമ്മങ്ങൾ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, അവന്റെ പ്രവാചകൻ അംഗീകരിക്കൽ അഥവാ ഷഹാദത്ത്, ഇസ്ലാം കാര്യങ്ങളിൽ പ്രഥമമായ ഒന്നാമതായ ഷഹാദത്ത് അംഗീകരിച്ചവർ, നമസ്കാരം നിർവഹിക്കുന്നവരാണ്. അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നവരും, റമളാനായാൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ, സാമ്പത്തികവും സാങ്കേതികവും യാത്രാ സംബന്ധിയുമായ കാര്യങ്ങളൊക്കെ അനുകൂലമായി വന്നു കഴിഞ്ഞാലേ ഹജ്ജ് നിർവഹിച്ചവരും നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നവരും, അതല്ലെങ്കിൽ ഉംറ നിർവഹിക്കുന്നവരും നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവരും നിർവഹിച്ചവരും ഒക്കെയാണ്. ശുദ്ധ ഖുർആനിന്റെ തിലാവത്തുൽ ഖുർആൻ പാരായണം സാധ്യമാകുമെങ്കിൽ അതിന്റെ പഠന തൽപരര്, ഇങ്ങനെ നിരവധി സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ ഇസ്ലാമിക ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിവാരം ജുമഅയിൽ നമ്മൾ പങ്കെടുക്കുന്നു, ഉത്ബോധനം പറയുന്നു, കേൾക്കുന്നു. ഇങ്ങനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക വൃത്തത്തിനകത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അനശ്വരമായ സ്വർഗം ലഭിക്കാൻ പാകത്തിലുള്ള ഇസ്ലാമിക ജീവിതം ഉണ്ട് എന്നതൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ സംതൃപ്തി അടയാറുണ്ടാകും. പക്ഷെ നമ്മുടെ ഇസ്ലാമിനെ പൊളിക്കുന്ന, ഐഹികമായും പാരത്രികമായും നമുക്ക് നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള, നമ്മുടെ ഇസ്ലാമീയത്തിന്റെ പൂർണ്ണത ഇല്ലാതാക്കി കളയുന്ന കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും നമ്മൾ ജാഗ്രത ആയിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞ വിശ്വാസവും അനുഷ്ഠാന മുറകളും ഒക്കെയായി നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്നതിന്റെ പ്രതിജ്ഞ പുതുക്കൽ മണിക്കൂറുകൾക്കിടക്ക് നിർവഹിക്കുന്നവരാണ് ഓരോ മുസ്ലിമും ഓരോ മുസ്ലിമത്തും.
വജ്ജഹ്തു വജിയ ലില്ലദി, അതിന്റെ അവസാന ഭാഗം എത്തുമ്പോ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. മേൽ പറഞ്ഞ വിശേഷണങ്ങളുള്ള, ശിർക്ക് ചെയ്യാത്ത ജീവിതം പടച്ച റബ്ബിനെ സമർപ്പിച്ചിട്ടുള്ള, എല്ലാം അള്ളാഹുവേ നിനക്കുള്ളതാണ് എന്ന് പറയുന്ന പ്രാവർത്തികമാക്കുന്ന മുസ്ലിമീങ്ങളിൽ ഞാനിതാ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. അതല്ലെങ്കിൽ വഅന അവ്വലുൽ മുസ്ലിമീൻ, അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിലെ പ്രഥമസ്ഥാനീയനാണ്. ഒന്നാം സ്ഥാനം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ എന്ന് പ്രാരംഭ പ്രാർത്ഥനയിലൂടെയും നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ നമ്മിലേക്ക് വിശ്വാസപരമായോ അതല്ലെങ്കിൽ കർമ്മ മേഖലകളിലോ സ്വഭാവ സംസ്കാര രംഗങ്ങളിലോ ഈ പറഞ്ഞ എല്ലാം നഷ്ടപ്പെടുത്തുന്നത് കടന്നു വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസത്തിലേക്ക് നമ്മുടെ ഇസ്ലാമിക ജീവിതം എത്തും. പിന്നെ മുസ്ലിം എന്നിടത്ത് നിന്ന് ഈ വൃത്തത്തിൽ ഉൾക്കൊണ്ട് റിയായിലൂടെ അഥവാ ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങളിലൂടെ, കാപഢ്യങ്ങളിലൂടെ നിഫാഖിലേക്ക്, മുനാഫിഖ് എന്ന നിലവാരത്തിലേക്ക് അതപ്പതിച്ചു പോകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വിശുദ്ധ ഖുർആനില് 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, ഫാത്തിഹ കഴിഞ്ഞാൽ ഏറ്റവും സുദീർഘമായ അധ്യായമാണ്. ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണ് സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത്. സൂറത്തിൽ 200-ലധികം ആയത്ത്, കൃത്യം പറഞ്ഞാൽ 286 ആയത്തുകളുടെ ബഖറയിലെ ആദ്യ ഭാഗങ്ങളിൽ 3 വിഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് വിശ്വാസികളെ കുറിച്ചാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് തുടങ്ങി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത, വിശ്വാസികളെ കുറിച്ച് ചുരുങ്ങിയ സൂക്തങ്ങളിലൂടെ, 3-ൽ താഴെ സൂക്തങ്ങളിലൂടെ പറയാം. അതിനുശേഷം നിഷേധികളെ കുറിച്ച് പറയുന്നുണ്ട്, അതും വളരെ ചുരുങ്ങിയ ആയത്തുകളിൽ. എന്നാൽ മൂന്നാമതായി ഒരു വിഭാഗത്തെക്കുറിച്ച് പറയാണ് 10-ലധികം ആയത്തുകളിൽ. മുനാഫിഖുകൾ, കപട വിശ്വാസികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കപട വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പുറത്തേക്ക് ഖൈർ, നന്മ കാണിക്കുന്നവരാണ്, എന്നാൽ അകത്ത് ഷർറ്, തിന്മയുമായി ജീവിക്കുന്ന ആളുകളാണ്. പുറമേ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഇസ്ലാമിന്റെ മുന്നണി പോരാളികളാണ് എന്ന് പറയുന്നവരാണ്. അതേ അർത്ഥത്തിൽ അവർ അകത്താണെങ്കിലോ ഇസ്ലാമിന്റെ നാശം, ഇസ്ലാമിനകത്ത് ഛിദ്രത, ശിഥിലീകരണം, ഇസ്ലാമിനെ പിറകോട്ടടിക്കാൻ എന്തൊരവസരമാണോ ലഭിക്കുന്നത് എങ്കിൽ അതിനെ തക്കം പാർത്ത് സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്ന വിഭാഗമാണ് മുനാഫിക്കുകൾ എന്ന് പറയുന്നത്. 3-ാം വിഭാഗത്തെ മുനാഫിക്കുകളെ കുറിച്ചും അവരുടെ ശൈലിയും സ്വഭാവങ്ങളും അതേപോലെ ദുശ്ചെയ്തികളും നിലപാടുകളും വിശദമാക്കുകയാണ് 10-ലധികം സൂക്തങ്ങളിൽ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത്. അതേപോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅ എന്ന അധ്യായമുണ്ട്. 62-ാം അധ്യായമാണ് സൂറത്തുൽ ജുമുഅ. എന്നാൽ 63-ാമത്തെ അധ്യായമുണ്ട്, സൂറത്തുൽ മുനാഫിഖൂൻ. മുനാഫിക്കുകളെ, കപട വിശ്വാസികളെ കുറിച്ച് അവിടെയും വിശദീകരിക്കുകയാണ്. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, പ്രവാചകരെ താങ്കളുടെ അടുത്ത് കാപഢ്യവുമായി, കപട വിശ്വാസവുമായി, അകത്തൊളിപ്പിച്ച് പുറമേക്ക് മറ്റൊന്നുമായി താങ്കളുടെ സന്നിധാനത്തിലേക്ക് എത്തുന്ന ചില ആളുകളുണ്ട്. അവര് നാവുകൊണ്ട് പറയുകയാണ്, പ്രത്യക്ഷ പ്രകടനങ്ങളിലൂടെ അറിയിക്കുകയാണ്, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു, പ്രവാചകരെ താങ്കളിലും പടച്ച റബ്ബിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവകാശം പറയും. പക്ഷേ അവർ വിശ്വസിച്ചിട്ടില്ല, അവരുടെ ഈമാൻ ശരിയായിട്ടില്ല. റസൂലെ, അവര് കളവ് പറയുകയാണ് എന്ന് വഹയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിക്കുന്നുണ്ട്. അതിനുശേഷം സൂറത്തുൽ മുനാഫിഖൂനിൽ കപട വിശ്വാസികളായ ആളുകളുടെ അധർമ്മങ്ങളെ, അന്യായങ്ങളെ, ദുശ്ചെയ്തികളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ താക്കീത് നൽകപ്പെട്ട് അത്തരത്തിലുള്ള സ്വഭാവരാഹിത്യങ്ങളിലേക്ക് മുനാഫിക്കുകളായ കപട വിശ്വാസികളായ ആളുകളുടെ ജീവിത നിലവാര താഴ്ചയിലേക്ക് ഒരിക്കലും ഒരു മുസ്ലിം പോകാൻ പാടില്ല എന്ന നിലക്കുള്ള അറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. കാരണം മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളില ഇസ്ലാമിക വൃത്തത്തിലാണ് അവര് പലതും, പിന്നെ പല നാട്യങ്ങളും നടിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നത്, പുറത്തല്ല. കുഫാറുകൾ എന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിന് പുറത്താണ്. എന്നാൽ മുനാഫിക്കുകൾ ഇതിന്റെ അകത്ത് കയറിയിട്ടാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കൽ എന്നാണ്. അതുകൊണ്ട് അവർക്ക് കനത്ത ശിക്ഷയാണ് എന്ന്. ഇപ്പൊ ചെമ്പ് ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ താഴ്ഭാഗത്താണ് ഏറ്റവും ചൂടുള്ളത് എങ്കിൽ നരകം അതിന്റെ താഴോട്ട് പതിക്കും തോറുമാണ് ശിക്ഷയുടെ കാഠിന്യം കൂടുക. സ്വർഗം അതിന്റെ മുകളിലേക്ക് ഉയരും തോറുമാണ് അതിന്റെ പദവിയും അനുഗ്രഹ വർധനവും ഉണ്ടാവുക എന്ന്. 4-ാം അധ്യായം സൂറത്തുൻ നിസായിൽ ഇന്നൽ മുനാഫിഖീന
ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഇന്നൽ മുനാഫിഖീന, തീർച്ചയായും കപട വിശ്വാസികൾ, ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, അവർ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കുമെന്നാൽ. എന്തേ അവർ നരകത്തിൽ കടക്കാനുള്ള കാരണം? ഒന്ന്, വിശ്വാസത്തിൽ അവർ കാപട്യം കലർത്തിയെന്ന്. അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിച്ചു എന്ന് പറയാൻ, പക്ഷേ അവർ വിശ്വസിച്ചിട്ടില്ല, കളവ് പറയാൻ. അതുകൊണ്ട് അവർ നരകത്തിലേക്കാണ്. അതേപോലെ തന്നെ അനുഷ്ഠാന മുറയില് അവര് പ്രവാചകന്റെ കൂടെ, സഹാബികളുടെ കൂടെ ഉണ്ടാകും, പക്ഷെ യഥാർത്ഥത്തിൽ അവര് കൂടെ ഉണ്ടോ? മനസ്സുകൊണ്ടുണ്ടോ? ഇല്ല. നമസ്കാരത്തിന് അവരുടെ വരവിനെ കുറിച്ച് പറഞ്ഞെടുത്ത് തന്നെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി. അപ്പൊ വിശ്വാസത്തിൽ അവർക്ക് വീഴ്ചയുണ്ട്, പ്രശ്നമുണ്ട്, കളവുണ്ട്. പുറമേക്കൊന്നാണ്, അകത്ത് മറ്റൊന്നാണ്. അതേപോലെ തന്നെ അനുഷ്ഠാന മുറയിലും 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 142-ാമത്തെ ആയത്തിൽ ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്, തീർച്ചയായും മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ, അവർ അള്ളാഹുവിനെ വഞ്ചിക്കുന്നവരാണ്. വഹുവ ഖാദിഉ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറയുന്നത് വൈദാ ഖാമു ഇലസ്സലാത്തി, അവർ നമസ്കാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഖാമു കുസാലാ, മടിയന്മാരായിട്ടായിരിക്കും അവർ നമസ്കാരത്തിലേക്ക് വരിക. അനുഷ്ഠാന മുറ മുനാഫിക്കുകൾ നിർവഹിക്കുന്ന രീതിയാണ് ഈ പറയുന്നത്. നമസ്കാരത്തിലേക്ക് അവർ വരുന്നത് മടിയന്മാരായിക്കൊണ്ടായിരിക്കും. യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അവർ നമസ്കാരമടക്കമുള്ള അനുഷ്ഠാന മുറകൾ ഇസ്ലാമിക വൃത്തത്തിന്റെ കൂടെ നിന്നുകൊണ്ട് നിർവഹിക്കുന്നത്. വലാ യദ്കുറൂനല്ലാഹ്, അനുഷ്ഠാന മുറകളിലൂടെ അള്ളാഹുവുമായുള്ള ഓർമ്മ ആത്മാർത്ഥമായി പുതുക്കി ആത്മസംസ്കരണം നേടിയെടുക്കലാണ് എങ്കിൽ, മനസ്സ് നന്നാക്കലാണ് എങ്കിൽ, അകവും പുറവും വൃത്തിയാക്കലും വെടിപ്പാക്കലുമാണ് എങ്കിൽ അതിനു വേണ്ടിയല്ല. അതിനുവേണ്ടി അള്ളാഹനെ ഓർക്കണം, പക്ഷെ അവർ അള്ളാഹനെ ഓർക്കേണ്ട വിധത്തിൽ ഓർക്കൂല. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ കുറഞ്ഞ അളവിലെ അവർക്ക് അള്ളാഹനെ ഓർക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അപ്പൊ അനുഷ്ഠാന മുറയിൽ അവർ കാപട്യം കാണിച്ചു. നമ്മൾ നമസ്കരിക്കാൻ വരുമ്പോ മുനാഫിക്കുകളെ പോലെയാകാൻ പാടില്ല. അള്ളാഹനെ കുറച്ച് മാത്രം ഓർത്താൽ പോരാ. ഇനിയും നമസ്കാര വിഷയത്തിൽ മുനാഫിക്കുകൾക്ക് ചില രീതികളുണ്ട്. 2 നിസ്കാരത്തിൽ അവരെ കാണൂല എന്നാണ്. ഏതാണ് ആ നമസ്കാരം? ഇശായിന് അവരെ കാണൂല, അതേപോലെ തന്നെ സുബഹിക്കും അവരെ കാണൂല. സുബഹിയും ഇശാവും അസ്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശായി വസ്വലാത്തുൽ ഫജ്രി വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വാ അസ്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീൻ, കപട വിശ്വാസികളായ ആളുകൾക്ക് ഏറ്റവും ഭാരമുള്ള നമസ്കാരം സ്വലാത്തുൽ ഇശാ, ഇശാ നമസ്കാരം, വസ്വലാത്തുൽ ഫജ്രി, പ്രഭാത നമസ്കാരം, സുബഹി നമസ്കാരം. അപ്പൊ സുബഹിക്കും അതേപോലെ ഇശായിനും കാണൂല. ന്യായമായ കാരണം അസുഖം, യാത്ര, മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വിശ്വാസികൾ മുനാഫിക്കുകളാകൂല. എന്നാൽ അതേ അവസരത്തിൽ പ്രത്യേകിച്ചൊരു കാരണവുമില്ല, നമ്മൾ ജമാഅത്തിലല്ല, വീട്ടിലാണ് എങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊള്ളണം, എന്റെ ഭർത്താവിൽ നിഫാഖ് കടന്നു വരുന്നുണ്ട് എന്ന്. മാതാപിതാക്കൾ മക്കളെ സംബന്ധിച്ചും മക്കൾ മാതാപിതാക്കളെ കുറിച്ചും വിലയിരുത്തണം. പ്രഭാത സമയത്തും തണുപ്പിനെ വകഞ്ഞു മാറ്റി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് നമ്മുടെ ഈമാൻ താഴ്ന്നു പോകുന്നു എങ്കിൽ ഈമാൻ താഴുകയും കാപട്യ നിഫാഖ് കൂടുകയും ചെയ്യുന്നു എന്ന്. അതുകൊണ്ട് വേണ്ടപ്പെട്ടവരെയൊക്കെ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളണമെന്നാണ്. കാരണം മുനാഫിക്കുകൾ ഈ 2 നിസ്കാരത്തിനുണ്ടാകൂല. ആ 2 നമസ്കാരത്തിന്റെ സമയവും അങ്ങനെയാണ്, തിരിച്ചറിയാൻ കഴിയില്ല. കാരണം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നിർവഹിക്കാറുള്ളത് മുനാഫിക്കുകൾ പ്രവാചകന്റെ കാലത്ത്. ഞങ്ങൾ നിങ്ങളെ കൂടെ മുസ്ലിങ്ങളാണ് എന്ന നിലക്ക്. കാരണം സുബൈക്ക് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് സുബൈക്ക് പങ്കെടുത്തത് എന്ന് നമ്മുടെ നാട്ടിലും മഹല്ലിലും നടക്കുന്ന സുബൈ ജമാഅത്ത് പോലെയല്ല. കാരണം അവർ സുബൈന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ സഹാബികൾ. വലൗ യഅലമൂന മാ ഫീഹിമാ, ഇശാഇന്റെയും സുബൈന്റെയും പ്രാധാന്യം അവർ അറിഞ്ഞിരുന്നു എങ്കിൽ ലഅതൗഹുമാ, അവർ എത്തുമായിരുന്നു. വലൗ ഹബ്വാ, നിരങ്ങിക്കൊണ്ടെങ്കിലും, അങ്ങനെയാ, നിരങ്ങിക്കൊണ്ടെങ്കിലും അവർ പള്ളിയിലേക്ക് വരുമായിരുന്നു എന്ന്. ഈ പ്രാധാന്യവും ഫضലും തിരിച്ചറിഞ്ഞ സഹാബികൾ അവരുടെ സംഘവലയം അത് എത്രത്തോളമാണ് എന്ന് പറയാൻ കഴിയില്ല. നന്നേ സൗകര്യ, ഇരുട്ടുള്ള സമയാണ്. അപ്പൊ ആ സമയത്ത് ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള ദീനീ നിഷ്ഠയുള്ള നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയും ഫضലും അളമത്തും മഹത്വവും പ്രതിഫലവും മനസ്സിലാക്കിയുള്ള സഹാബികൾ എമ്പാടും പങ്കെടുക്കുന്ന സുബൈ ജമാഅത്തിൽ ഞങ്ങൾ പങ്കെടുക്കാതിരുന്നാലും ഇരുട്ടാണ്. ഇന്നത്തെ പോലെ ലൈറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, നന്നേ ചുരുങ്ങിയിട്ടുള്ള വെളിച്ചം മാത്രമായിരിക്കും. അപ്പൊ ആരൊക്കെ പങ്കെടുത്തിട്ടില്ല എന്ന് സഹാബികൾക്കോ പ്രവാചകൻക്കോ മനസ്സിലാക്കാൻ സാധിക്കൂല. ആ ഗ്യാപ്പ് ആരുപയോഗപ്പെടുത്തും? മുനാഫിക്കുകൾ ഉപയോഗപ്പെടുത്തും. ഇശാഇനും അങ്ങനെ തന്നെയാണ്. കാരണം
രാത്രിയാണ്. ആ രാത്രി സമയത്ത് ഈ ഫള് തിരിച്ചറിഞ്ഞ് സഹാബികൾ എമ്പാടും പങ്കെടുക്കുമ്പോൾ അതിനിടക്ക് കാപട്യത്തിന്റെ വക്താക്കൾ പങ്കെടുക്കാതെ പോയി കഴിഞ്ഞാൽ തിരിച്ചറിയുക, അതുകൊണ്ട് അവർക്ക് ഭാരമായ നമസ്കാരം അവരങ്ങനെ ഒഴിവാക്കി കളയുമെന്നാണ്. അപ്പൊ പറയുന്നത് വിശ്വാസത്തിൽ കാപട്യം ഉണ്ടാക്കി. അതേപോലെ തന്നെ അനുഷ്ഠാന മുറകളിലും അവർ വീഴ്ച വരുത്തി എന്നാണ്. അതുപോലെ തന്നെ സ്വഭാവ സംസ്കാര മേഖലകളിലും മുനാഫിക്കുകൾക്ക് നിലപാടുണ്ടാകൂല. സ്വഭാവത്തിന്റെ പല കാര്യം, ഇപ്പോ മൗനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇനിയും പല സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ മുനാഫിക്കുകളാണ് എങ്കിൽ, കാപട്യമുണ്ട് എങ്കിൽ ഇസ്ലാമിക സമൂഹം ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായിരിക്കുന്നത് സ്വഭാവ സംസ്കാരത്തിന്റെ ഏറ്റവും ഉന്നതമായ നിലപാടുകൾ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സന്ദേശം കൈമാറാനാണ് ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. എന്നാൽ മുനാഫിക്കുകൾ അതിലേക്ക് എത്തൂല. അവർ സ്വഭാവ വൈകൃതത്തിന്റെ ആളുകളായിരിക്കുമെന്ന് പറയാം. അതിൽ ഒന്ന്, അവരുടെ സ്വഭാവ ദൂഷ്യം, അവർക്ക് അസൂയുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെ നന്മ അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. അതാണ് ആമുഖമായി ഓതി വെച്ച ആയത്ത്, 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 120-ാമത്തെ ആയത്തിൽ, ഇൻ തംസസ്കും ഹസനത്തുൻ തസ്ഉഹും, വിശ്വാസികൾക്ക് വല്ല നന്മയും ഉണ്ടായി കഴിഞ്ഞാൽ തസ്ഉഹും, അവർക്ക് മനപ്രയാസം ഉണ്ടാകുന്നതാണ്. അവർക്ക് മനപ്രയാസം ഉണ്ടാകും, വല്ലാത്തൊരു കണ്ണുകടി ഉണ്ടാകുന്നതാണ്. അയൽവാസി നന്നാകുന്നത് കാണുമ്പോൾ, കുടുംബക്കാരൻ നന്നാകുന്നത് കാണുമ്പോൾ, സുഹൃത്ത് മെച്ചപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ല അലോസരവുമുണ്ടോ, അസൂയ വരുന്നുണ്ടോ, മനപ്രയാസം ഉണ്ടാകുന്നുണ്ടോ? എങ്കിൽ മനസ്സ് വിശുദ്ധല്ല, കാപട്യം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വിശ്വാസി സമൂഹത്തിന് വല്ല പ്രയാസവും ബുദ്ധിമുട്ടും തന്റെ സുഹൃത്തിന്, അതേപോലെ തന്നെ താൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്നാൽ വിശ്വാസിയാണ്, അവർക്ക് വല്ല ഖൈറും വല്ല പ്രയാസവും ഉണ്ടായി കഴിഞ്ഞാൽ യഫ്റഹു ബിഹാ, മുനാഫിക്കുകൾ സന്തോഷിക്കുന്നതാണ് എന്ന്. അപ്പൊ വിശ്വാസികൾക്ക് നന്മയുണ്ടാകുമ്പോ അതിൽ പ്രയാസമുണ്ടാവുകയും മനപ്രയാസമുണ്ടാവുകയും, വിശ്വാസികൾക്ക് വല്ല പരീക്ഷണമോ ദുരന്തങ്ങളോ അതേപോലെ തന്നെ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് മുനാഫിക്കുകൾ. വിശ്വാസികളെ, നിങ്ങൾ സഹനം അവലംബിക്കുക. വതത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത ധർമ്മനിഷ്ഠ പാലിക്കുക. ലാ യദുറുക്കും കൈദുഹും ശൈഅ, അത്തരം മുനാഫിക്കുകളുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങൾക്ക് പ്രയാസമായി തീരുകയില്ല. റബ്ബിൽ തവക്കുലാക്കി തഖ്വയോടുകൂടി ധർമ്മനിഷ്ഠക്ക് ശോഷണം സംഭവിക്കാതെ നിങ്ങൾ ജീവിക്കുകയാണ് എന്ന്. അസൂയയുള്ളവരാണ് മുനാഫിക്കുകൾ. വിശ്വാസികൾക്ക് അതുണ്ടാകാൻ പാടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യജ്തമിഉ ഫീ ജൗഫി അബ്ദിൻ അൽ ഈമാൻ വൽ ഹസദ്, ഒരു വിശ്വാസിയായ അടിമയുടെ ഉള്ളിൽ ഈമാനും ഹസദും, അസൂയയും അതേപോലെ തന്നെ വിശ്വാസവും ഒരുമിച്ച് ചേരുകയില്ല എന്നാണ്. വിശ്വാസമുണ്ട് എങ്കിൽ അസൂയ ഉണ്ടാകൂല, അസൂയ ഉണ്ട് എങ്കിൽ വിശ്വാസവും അവിടെ ഉണ്ടായിത്തീരുകയില്ല എന്ന് പറയാൻ. വീണ്ടും പ്രവാചകൻ വിശ്വാസികൾക്ക് ഉത്ബോധനം നൽകി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തബാഗദൂ, ലാ തബാഗദൂ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല. അത് നമ്മൾ വിശ്വാസികളുടെ സ്വഭാവമല്ല, അത് ഇസ്ലാമിക ഉമ്മത്തിനടക്കം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നു എങ്കിൽ ആ വിദ്വേഷം വമിപ്പിക്കുന്ന ആളുകൾ മുനാഫിക്കുകളുടെ വക്താക്കളാണ്. വലാ തബാഗദൂ, നിങ്ങൾ പരസ്പരം ഈർഷ്യത വിദ്വേഷം വെച്ച് പുലർത്തരുത്. വലാ തഹാസദൂ, നിങ്ങൾ പരസ്പരം അസൂയപ്പെടാൻ പാടില്ല. വലാ തദാബറു, നിങ്ങൾ ഗൂഢാലോചന നടത്തരുത്. ഒരർത്ഥം. മറ്റൊരാശയം, വലാ തദാബറു, നിങ്ങൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ പിണങ്ങി പിന്നാക്കം നിന്ന് പോകുന്ന ആളുകളാകരുത് എന്ന് പറയാ. അതേപോലെ വലാ തഖാതഉ, നിങ്ങൾ ബന്ധങ്ങൾ മുറിച്ചു കളയരുത് പരസ്പരം. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകൾ എന്ന നിലക്ക് സഹോദരങ്ങളായി തീരണം, സഹോദരങ്ങളായി തീരണം. അപ്പൊ പരസ്പരം അസൂയ, വിദ്വേഷം, ഗൂഢാലോചന, കണ്ടു കഴിഞ്ഞാൽ പിണങ്ങി പിന്നാക്കം പോകുന്ന അവസ്ഥ, ഇതൊക്കെ നിഫാഖുള്ളവരുടെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖിന്റെ കപട വിശ്വാസിയുടെ അടയാളം 3ആണ്. കപട വിശ്വാസിയുടെ അടയാളം 3ആണ് ഒരു ഹദീസിൽ. അപ്പൊ നമ്മളിൽ ഉണ്ടോ ഇല്ലേ ഓരോരുത്തർക്കും വിലയിരുത്താം. ആരും മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നിലേക്ക് നോക്കുക, നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. നമ്മൾ പറയാറുണ്ട്, വിരൽ ചൂണ്ടുന്ന സമയത്ത് ഒരൊറ്റ വിരലാണ് അപരന്റെ നേരെ ചൂണ്ടപ്പെടുന്നത്, ബാക്കി 4 വിരലുകളും തനിക്ക് നേരെയാണ് എന്നാണ്.
അതുകൊണ്ട് സ്വയം വിമർശനം, ആത്മവിമർശനമാണ് അപരവിമർശനത്തെക്കാൾ കൂടുതൽ ഇസ്ലാമിക ഉമ്മത്ത്, ഈ ഇസ്ലാമിക ഉമ്മത്തിന്റെ ഉള്ളിൽ തസ്കിയത്ത്, നിലവാരം, ക്വാളിറ്റി കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ നടത്തേണ്ടത്. അതുകൊണ്ട് നിഫാഖ് വരുന്നുണ്ടോ ഇല്ലയോ, മുനാഫിക്കിന്റെ പാതയിലൂടെയാണോ പോകുന്നത്, പ്രവാചകൻ അറിയിച്ചതനുസരിച്ച് അറിയാം. ആയത്തുൽ മുനാഫിഖ് സലാസുൻ, കപടവിശ്വാസിയുടെ അടയാളം 3 ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ കളവ് പറയുമെന്നാണ്. സംസാരിച്ചു കഴിഞ്ഞാൽ കളവ് പറയുക. അപ്പൊ നമ്മൾ സംസാരിച്ചാൽ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അതേപോലെ തന്നെ കച്ചവട രംഗങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ നമ്മൾ നോക്കുക, നമ്മുടെ പോസ്റ്റുകൾ, കമന്റുകൾ, വോയിസുകൾ, ഇടപാടുകൾ, സംസാരിച്ചാൽ കളവാണോ അല്ലേ? പ്രവാചകൻ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുക. ആ നടന്നു പോകുന്ന സമയത്ത് ഒരു സഹോദരി, ഒരു സ്ത്രീ തന്റെ മകനെ വിളിക്കുകയാണ്, കൈ ഇങ്ങനെ പിടിച്ചിട്ട് വിളിക്കുകയാണ്. അപ്പൊ മകൻ അത് കണ്ടിട്ട് ഓടി വരികയാണ്. അപ്പൊ ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുകയാണ്, ആ അടക്കി പിടിച്ച കയ്യിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോന്ന്. അപ്പോ പറയുകയാണെന്ത്, ഉണ്ട് റസൂലെ, കാണിച്ചു കൊടുക്കാണ്, കാരക്ക ഈത്തപ്പഴുണ്ട് എന്ന്. അതെങ്ങാനും ഇല്ലാതെ കബളിപ്പിച്ചാണ് ആ വിളിക്കുന്നത് എങ്കിൽ നീ കളവ് ചെയ്തു എന്നാണ്. കളവ് ചെയ്തു എന്ന് പ്രവാചകൻ തമാശയിൽ പോലും കളവ് പറയാറില്ല. എത്ര കയ്പുണ്ടെങ്കിലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണ്. നമ്മളൊക്കെ നിസ്സാരമായി എത്രയെത്ര കളവ് പറയാൻ. അവങ്ങനെ ഒരു ദിവസം പറഞ്ഞ കളവനുസരിച്ച് അത് മാസക്കണക്കും വർഷക്കണക്കുമാക്കി തീർക്കുമ്പോ അതിലൂടെ നിഫാഖിന്റെ കനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് വൈദാ വഅദ അഖ്ലഫ, വൈദാ വഅദ കരാർ ചെയ്തു കഴിഞ്ഞാൽ അഖ്ലഫ അത് ലംഘിക്കും. മുനാഫിക്കിന്റെ രണ്ടാമത്തെ അടയാള. ഇതൊക്കെ മുസ്ലിങ്ങളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ, കച്ചവട രംഗങ്ങൾ, ബിസിനസ്, അയൽപ്പക്കം, അതേപോലെ തന്നെ ഏതൊക്കെ ജീവിത മേഖലകളുണ്ടോ അവിടെയൊക്കെ എന്തൊക്കെ കരാറുകളാണോ കൊടുക്കുന്നത് എങ്കിൽ യാതൊരു സങ്കോചവുമില്ലാതെ നമ്മൾ ആ കരാറുകൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദാ വഅദ അഖ്ലഫ, കരാർ ലംഘിച്ചാൽ അവൻ മുനാഫിക്കാണ് എന്ന് പറയാൻ. എത്ര നിർണായകമായ ഹുദൈബിയ സന്ധിയിൽ പ്രതികൂലമായ പല കരാറുകളും വ്യവസ്ഥകളും ഉണ്ടായിരുന്നു. എങ്കിലും ഒരു സമൂഹ നന്മക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ വഹി അനുസരിച്ച് ചെയ്തതാ. അതിലെ ഒരു കരാറ്, ഒരു നിബന്ധന, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തെത്തി അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള ഹുദൈബിയ സന്ധിയും കാര്യങ്ങൾ ചരിത്രം നമുക്ക് അറിയാം. അപ്പൊ മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കണം മദീനയിലേക്ക്. ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണെങ്കിലും അവരെ തിരിച്ചയക്കണം. ഇത് കരാറാ, രേഖപ്പെടുത്തിയതാ. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും ജന്മനാട് ഇഷ്ടപ്പെട്ട് തിരിച്ച് മക്കയിലേക്ക്, പ്രവാചകരെ, താങ്കളെയും അനുയായികളെയൊക്കെ ഒഴിവാക്കി അവർ തിരിച്ച് മക്കയിലേക്ക് വരികയാണ് എങ്കിൽ അവരെ ഞങ്ങൾ തിരിച്ചയക്കേണ്ട ആവശ്യമില്ല എന്ന നിലക്കാണ് ആ കരാറ് ചെയ്തതിന് ശേഷം അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അബൂജന്തലിന്റെ കൂടെ മറ്റുള്ള പലരുമുണ്ട്. അവർ പറയാ കരാറിന്റെ റസൂലേ എന്ന്. അബൂജന്തൽ പ്രവാചകനെ നോക്കുക, പ്രവാചകൻ അബൂജന്തലിനെ നോക്കുക. വൈദാ വഅദ അഖ്ലഫ, പഠിപ്പിച്ച പ്രവാചകൻ പറയാണെന്ത്, നീ തിരിച്ചു പോകണം. കാരണം അതൊരു കരാറാണ്, അത് ലംഘിക്കാൻ പാടില്ല. നമ്മൾ അതിന്റെ പല മാനങ്ങളിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന് ഗുണമാകുന്ന പല നീക്കുപോക്കുകളും പ്രവാചകന് നടത്താമായിരുന്നു. വേണമെങ്കിൽ ആ കരാർ ലംഘിക്കാമായിരുന്നു. എന്നിട്ട് പോലും പ്രവാചകൻ ആ കരാർ ലംഘിച്ചില്ല എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കുടുംബ സാമൂഹിക സൗഹൃദ, അതേപോലെ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ലംഘിക്കുന്ന കരാറുകളുടെ കണ്ടീഷനും അതിന്റെ അർത്ഥവും അതിന്റെ രഹസ്യവും എന്തിന്റെ പേരിലാണ് ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കാം. അതിന്റെ ഗൗരവം എത്രയായിരിക്കും. മൂന്നാമത്തേത് വിശ്വസിച്ചു കഴിഞ്ഞാൽ ചതിച്ചു കളയാം. വിശ്വസിച്ചാൽ എന്ത് ചെയ്യുക? ചതിക്കുക. നമ്മളെ വിശ്വസിച്ച് സമ്പത്ത് ഏൽപ്പിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ വിശ്വസിച്ച് കടം കൊടുത്ത ആളുകൾ, അനാമത്ത് മുതലുകൾ ഏൽപ്പിച്ച ആളുകൾ, വിശ്വസിച്ച് ചില വാക്കുകൾ, രഹസ്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതൊക്കെ പരസ്യമാക്കി സോഷ്യൽ മീഡിയയിലും അതല്ലാതെയും ഒക്കെയായിട്ട് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോ അമാനത്തിനെ കുറിച്ച് ഒരു ഗൗരവമില്ലാതെ ലംഘിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ തന്നെ ഉദ്ധരിക്കാം. മദീനയിലേക്ക് ഹിജ്റ പോവുക, ഇതിപ്പോ ഒരു പുതുവർഷമാണല്ലോ, സന്ദേശമൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലോ, എത്രത്തോളം പ്രാവർത്തികമാക്കാൻ തുടങ്ങി. പ്രവാചകന് മക്കയിലെ ആളുകൾ, പ്രവാചകൻ അല്ലമീൻ സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് പല സൂക്ഷിപ്പ് മുതലേ ഏൽപ്പിക്കാറുണ്ട്. ജന്മനാട് വിട്ടുപോകാൻ ആ നാട്ടുകാർ പുറത്താക്കിയതാ. എന്നിട്ടും ആ നാട്ടുകാർ ഏൽപ്പിച്ച അമാനത്ത് മുതൽ അനാമത്ത് സ്വത്തുക്കൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നീ ഇതിന്റെ ഉടമകൾക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നാട്ടിൽ നിന്ന് പ്രവാചകൻ പോകുന്നത്. ഒരിക്കലും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലംഘനം നടത്തിയിട്ടില്ല, വിശ്വസിച്ചേൽപ്പിച്ചതിൽ ചതിവ് വഞ്ചന വരുത്തിയിട്ടുമില്ല എന്നാണ്. മൻ ഗശ്ശന ഫലൈസ മിന്ന. മറ്റൊരു ഹദീസ്, ആരാണോ വഞ്ചിച്ചത് എങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഹദീസ് അനുസരിച്ച് വിശ്വാസികളാണോ അതല്ല നിഫാഖ് മുനാഫിക്കുകളായി മാറുന്നുണ്ടോ എന്ന് ആലോചിക്കണം. 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 119-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരിൽ എപ്പോഴും ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനും സിദ്ഖിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി ഇഷ്ടപ്പെടുന്ന സൽപ്രവർത്തനത്തിന്റെയും സത്യവിശ്വാസികളുടെയും ഗണത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വഹുവ الذي هدانا إلى هذا الدين الصالح وهو الذي علمنا الأخلاق الطيبة القيمة النفيسة وهو الذي أكرمنا بالقرآن والصلاة والسلام على القائل إنما بعثت لأتمم مكارم الأخلاق. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത അധ്യായങ്ങളിലും ആയത്തുകളിലും അതീവ ഗൗരവത്തോടെ വിശ്വാസി സമൂഹത്തെ വിശുദ്ധ ഖുർആനിന്റെ അനുവാചകരെ അറിയിച്ച ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും സംസ്കാരത്തിലുമുള്ള അധപ്പതനം ഒരു നിലക്കും വരാതെ ജീവിതത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം ധർമ്മനിഷ്ഠ പാലിച്ച് അതുവഴി തിന്മയെ പ്രതിരോധിച്ച് സത്യസന്ധരും സൽക്കർമ്മകാരികളുമായി ജീവിക്കേണ്ട ആവശ്യകത തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം. നിഫാഖിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അഭിഷേകമായി ഒരൊറ്റ ഹദീസ് കൂടി സൂചിപ്പിക്കുകയാണ്. അർബഉ, 4 കാര്യങ്ങൾ. മൻ കുന്ന ഫീഹി, അതാരെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഹദീസാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി ചേർത്തിട്ട് പ്രവാചകൻ പറയാ 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, ആരിലെങ്കിലും ഉണ്ടായാൽ, കാന മുനാഫിഖൻ ഖാലിസൻ, അവൻ 100% മുനാഫിഖായി എന്ന ഹദീസ്. മുനാഫിഖൻ ഖാലിസൻ. വമൻ കാനത് ഫീഹി ഖസ്ലത്തുൻ, ഇനി 4 ഒരു കാര്യം, ഈ 4 കാര്യങ്ങളിലെ ഒന്നാണുള്ളത് എങ്കിൽ, അങ്ങനെയാണല്ലോ, ഇന്നില്ല 4 ഇല്ല, ഏതെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെയ്യാനെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? കാനത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന കാനത് ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖ്, നിഫാഖിന്റെ ഒരു സ്വഭാവം അവരിലുണ്ടായി എന്നാണ്. 4 കാര്യങ്ങൾ ഉണ്ടായാൽ പൂർണ്ണമായി മുനാഫിഖായി. എന്നാൽ ഒന്നാണ് എങ്കിൽ മുനാഫിഖിന്റെ ഒരടയാളമായി. ഹത്താ യദഅഹ, അത് ഉപേക്ഷിക്കുന്നത് വരെ. അത്തരം ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നിട്ട് പ്രവാചകൻ പറയാൻ നേരത്തെ പറഞ്ഞത്, ഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ, കരാറ് ചെയ്താൽ ലംഘിക്കുക. വഇദാ ഹദ്ദസ കദബ, സംസാരിച്ചു കഴിഞ്ഞാൽ കളവ് പറയാം. വഇദാ ആഹദ ഗദറ, അതേപോലെ തന്നെ വിശ്വസിച്ച് വല്ലത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ വഞ്ചിക്കുകയും ചെയ്യാം. എന്നിട്ടാ പ്രവാചകൻ പറഞ്ഞത് വൈദാ ഖാസമ ഫജറ എന്നാണ് ഈ ഹദീസ്. വൈദാ ഖാസമ ഫജറ, അഥവാ തെറ്റിക്കഴിഞ്ഞാൽ തെമ്മാടിത്തം പറയാം, തോന്നിവാസം പറയാം. ഇത് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഏത് സമയത്തും, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞല്ലോ, വഖൂലു ഖൗലൻ സദീദ, നേരെ ചൊവ്വായ വാക്ക് പറയാം. തെറ്റും മനുഷ്യരാണ്, സ്വാഭാവികമാണ്, നമ്മൾ തെറ്റും, മലക്കുകളൊന്നല്ല. പക്ഷെ തെറ്റിയാലും ആ തെറ്റിനൊരു നിലവാരം ഉണ്ടാവും. പറ്റപ്പിടുത്തം വിടൂല എന്ന് ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു ലിമിറ്റ് എപ്പോഴും ഉണ്ട്. മനുഷ്യന്റെ സൈക്കോളജി പരിഗണിച്ചിട്ടാണല്ലോ മതത്തിന്റെ വിധിവിലക്ക്. അതുകൊണ്ടല്ലേ വിശ്വാസികൾ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാല് വലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസിൻ, 3 ദിവസത്തിൽ കൂടുതൽ തെറ്റി നിൽക്കാൻ പാടില്ല എന്നാണ്. 3 ദിവസത്തിൽ കൂടുതൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ തെറ്റിയിട്ട് ആ രൂപത്തിൽ നടക്കൂല, ജീവിക്കൂല എന്നാണ്. അപ്പൊ 3 ദിവസം അതൊരു ഒരു പരിഗണിച്ചതാണ്. കാരണം ചില ചെയ്തികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞവനേറ്റ് മുണ്ടൂല ഒരു കാലത്ത് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ പറയാം, കാരണം അത്രയേറെ വിഷമം പ്രയാസം ഉണ്ടായിട്ടുണ്ടാകും. എന്നാലും വിശ്വാസികളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് ദീന് പഠിപ്പിക്കുന്നത് 3 ദിവസം, അതിൽ കൂടുതൽ മിണ്ടാതെ നടക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പിന്നീട് മിണ്ടാൻ പറ്റുന്നതേ തെറ്റിക്കഴിഞ്ഞാലും പറയാൻ പാടുള്ളൂ എന്ന മതബോധം മനഃശാസ്ത്രം മനസ്സിലാക്കണം എന്നാണ് കേട്ടോ. തെറ്റിയാലും ലിമിറ്റ് ഉണ്ടാകണം. അതുകൊണ്ട് ആ കോപമൊക്കെ വരുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അതേപോലെ ഉളു എടുക്കുക എന്നൊക്കെ പറഞ്ഞത്
കാരണം തീനെ അണക്കുന്നത് പോലെ, തീരെ വെള്ളം അണക്കുന്നത് പോലെ ഉളു എടുക്കുന്നതോട് കൂടിയിട്ട് കോപത്തെ ഉളു അണച്ച് കളയുമെന്നാണ്. നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ കിടക്കുക എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ സംസാരിക്കുകയാണെങ്കിൽ, കോപിക്കുകയാണ്, ദേഷ്യം വിടുകയാണെങ്കിൽ മൗനം പാലിക്കുക. അതിനെക്കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ തെറ്റിക്കഴിഞ്ഞാൽ തെമ്മാടിത്തം പറയാൻ പാടില്ല, തോന്നിവാസം പറയാൻ പാടില്ല. അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ, തർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് തോന്നിവാസവും പരിഹാസവും പരദൂഷണവും മോശമായ കാര്യങ്ങളും നെഗറ്റീവ് കമന്റുകളും ഒക്കെ എഴുതി വിടുന്ന ആളുകളുണ്ട് എങ്കിൽ അവർ മുനാഫിക്കുകളുടെ സ്വഭാവം പേറി നടക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ വജാദിൽഹും ബില്ലത്തി അഹ്സൻ, നല്ല രൂപത്തിൽ, അഹ്സൻ ഏറ്റവും നല്ല രൂപത്തിൽ ന്യായം പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം മുതലാളിയും തൊഴിലാളിയും തമ്മിൽ തർക്കം ഉണ്ടാകും. അതേപോലെ അയൽവാസികൾ തമ്മിൽ തർക്കം ഉണ്ടാകും, മാതാപിതാക്കൾക്കിടയിൽ തർക്കം ഉണ്ടാകും, ഭാര്യയും ഭർത്താവും, മക്കളും മാതാപിതാക്കളും, അങ്ങനെ പല രൂപത്തിൽ മനുഷ്യർ എന്ന നിലയ്ക്ക് തർക്കങ്ങൾ ഉണ്ടാകും. പക്ഷെ വജാദിൽഹും ബില്ലത്തി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം സംവദിക്കേണ്ടത്, സംസാരിക്കേണ്ടത്. തർക്കം വരികയാണ് എങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നാൽ അതിൽ നിന്ന് മാറി വൈദാ ഖാസമ, തർക്കത്തിൽ ഏർപ്പെട്ടു, ഫജറ, തെമ്മാടിത്തം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ മുനാഫിക്കായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം അവൻ നമസ്കരിച്ചതും നോമ്പനുഷ്ഠിച്ചതും ഉംറ ചെയ്തതും ഹജ്ജ് ചെയ്തതും മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് നടന്നതുമൊക്കെ ഒരു പുറംപൂച്ച് മാത്രമായിരുന്നു എന്ന്. അതാണ് പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്. 3 കാര്യങ്ങൾ ഉണ്ടായി. ആ 3 കാര്യങ്ങളോടൊപ്പം അവൻ പറയാ, വൈൻ സ്വാമ, അവൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, വസ്വല്ല, നമസ്കരിച്ചിട്ടുണ്ട്, വഹജ്ജ, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, വഅ്തമറ, ഉംറയും നിർവഹിച്ചിട്ടുണ്ട്, വഖാല, അവൻ പറയുകയാണ്, ഇന്നി മുസ്ലിം, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നു. എന്നാൽ ഇദാ ഹദ്ദസ കദിബ, അവൻ സംസാരിച്ചാൽ കളവ് പറയുക, വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം കൊടുത്താൽ ലംഘിക്കുക, വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരൂല എന്നാണ്. അപ്പൊ അനുഷ്ഠാനമുറവും വിശ്വാസവും കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്വഭാവ സംസ്കാരമൊക്കെ നന്നായി തീരണമെന്നാണ്. അതിൽ കാപട്യം ഉണ്ടാകാൻ പാടില്ല. കർശനമായ നിർദ്ദേശം മതം നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരിക്കപ്പെടുന്ന ഹൃദയം കൈമുതലാക്കി ജീവിച്ച് മുന്നോട്ട് പോകാനും അവസാനം ഖൽബുൻ സലീം, നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയുവാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ നാഥ. എല്ലാ തരത്തിലുമുള്ള അധർമ്മങ്ങളിൽ നിന്ന്, അന്യായങ്ങളിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന്, വഴിവിട്ട ജീവിത രീതിയിൽ നിന്ന്, സ്വഭാവ വൈകൃതങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണമേ നാഥ. അല്ലാഹുവേ, സദ്വിചാരവും സന്മാർഗവും സൽക്കർമ്മവുമായി മുന്നോട്ട് നീങ്ങുന്ന മുവഹിദുകളും മുത്തഖീങ്ങളുമായ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവേ, രോഗം ബാധിച്ച് പ്രയാസപ്പെടുന്ന പലരും പ്രാർത്ഥനക്ക് വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് പൂർണ്ണ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആക്സിഡന്റ് സംഭവിച്ച് കോഴിക്കോട് ടൗൺ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മളൊക്കെ നമ്മുടെ ചികിത്സ, വേണ്ടപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ചികിത്സയും, അതേപോലെ തന്നെ അതുവഴിയുള്ള ഒരുപാട് കാര്യങ്ങളും, പഥ്യമാചരിക്കലും മരുന്ന് കഴിക്കലും, അള്ളാഹുവെ, അവയെല്ലാം രോഗത്തിന്റെ ഭൗതികമായ കാരണമാക്കി തീർക്കുകയും അഭൗതികമായ ശമനം നിന്റെ സവിധത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അള്ളാഹുവെ, ഏറെ പ്രയാസകരമായ ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾ, അള്ളാഹുവെ, അവർക്ക് നീ സമാധാനവും നിർഭയത്വവും തിരിച്ചു നൽകണമേ റബ്ബേ. പരീക്ഷണങ്ങൾക്ക് നീ അറുതി കൊടുക്കണമേ നാഥ. അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ആളുകൾക്ക് നീ പാഠം പ്രദാനം ചെയ്യണമേ റബ്ബേ. അത്തരത്തിലുള്ള ജീവിത പ്രയാസ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ ഉൻസുറിൽ മദ്ലൂമീന ഫീ ഹാദിഹിൽ മിൻതഖത്തിൽ മദ്ലൂമ. അല്ലാഹുമ്മ കുൻ നസീറൻ വമുഈനൻ ലിൽ മുജാഹിദീന ഫീ ഹാദിഹിൽ മിൻതഖത്തിൽ മദ്ലൂമ. അല്ലാഹുമ്മ ദമ്മിർ മൻ ദമ്മറഹു. അല്ലാഹുമ്മ മസ്സഖ് മൻ മസ്സഖഹു. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.